അധികം ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പൊ അഖിൽ എന്നുള്ളതായിരുന്നു ലൈക് റെക്കോർഡിക്കൽ നെയിം. അധികം ആൾക്കാർക്ക് അറിയില്ലെന്നായിരുന്നു എന്റെ ധാരണ. ഇത് വെറും ജീവ ജോസഫ് ആയിരുന്നില്ല. ആദ്യം അഖിൽ എന്റെ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കും, എടാ നമ്മള് ചെയ്യുന്ന ഷോ അത്ര പോരെന്ന് തോന്നുന്നു. എന്താടാ അങ്ങനെ? നീ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഷോ നല്ലതാണോ? പിന്നെ അടിപൊളിയല്ലേ? ആ ഇത് നീ മാത്രമേ പറയുന്നുള്ളൂ. കാണുമ്പോൾ ഒരു ജാടത്തിന്റെ ഇടപെട്ടുണ്ടെങ്കിൽ പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി പറഞ്ഞത് ആങ്കറിനോട് പറഞ്ഞത് കണ്ട് ഞെട്ടി ആരാധന. ഒരിടയ്ക്ക് ഒരു ട്രെൻഡ് വന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നാറിയായിരിക്കും അഖിൽ. ഒരു പെൺകുട്ടി ആൺകുട്ടി ബ്രേക്കപ്പ് ആയിരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവന്റെ അടുത്തേക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യോഗമില്ല അമ്മിണിയെ വായങ്ങട് മടക്കാളി എന്ന് പറയുന്ന പോലെ ആ സമയമായിട്ടില്ല. ഹായ് എവ്രിവൺ, മൈക്ക് മീഡിയയിൽ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ നമ്മളെ കുറെ നാളായിട്ട് എന്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഒന്നുമില്ലാത്ത ഒരു അവതാരകൻ എന്നും നമുക്ക് ഇദ്ദേഹത്തെ പറ്റി പറയാം. അവിടെ തന്നെ പോയി. അതെ, എന്തായാലും ഒന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ. So let's welcome Jeeva Joseph on this show. Thank you so much for coming. Thank you so much. We are so happy to have you here. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തു. ഹേറ്റേഴ്സ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്. ഒന്നുകിൽ ആളെ ആയിരിക്കും, അല്ലെ ആള് ചെയ്യുന്നതിനായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരാളില്ല. ശരിയായിരിക്കും അല്ലേ അങ്ങനെ പറയുമ്പോൾ? അത് ഡീപ്പ് ലെവൽ തോട്ടിൽ അത് ശരിയാണ്. പക്ഷെ എന്റെ വളരെ പേഴ്സണലി ഞാൻ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരു ആങ്കറാണ് ജീവ. ഇഷ്ടായില്ലേ? ശരി, നമ്മൾ തുടങ്ങുകയാണ്. 2013 സൂര്യ മ്യൂസിക്കില് ആദ്യത്തെ ഒരു ഷോ ചെയ്തു തുടങ്ങുന്നു. ഇപ്പതേ 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ 11 വർഷമായി ജീവ. സോ ഹൗ ഡു യു ഫീൽ നൗ? ആ ഒരു മീഡിയ കാരിയർ എന്ന് പറയുന്നത് എങ്ങനെ, എന്താ തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ? അയ്യോ 11 വർഷം. അയ്യോ ഇതെനിക്ക് 11 വർഷമായിട്ട് തോന്നിയിട്ടില്ല. അതാണ് എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം. അങ്ങനെ തോന്നാതിരിക്കട്ടെ. എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ഫസ്റ്റ് ഡേ എങ്ങനെയാണോ ചാനലിലേക്ക് പോയത് അതേ പിന്നെ പേടിയോടെ, അതേ ആങ്സൈറ്റിയോടെ, അതേ ടെൻഷനോടെ ഒക്കെയാണ് ഞാൻ ഇപ്പോഴും ഒരു ഷൂട്ട് ദിവസം പോകുന്നത്. എനിക്ക് അതേ ഉത്സാഹത്തോടെ, അതേ ആ ഫസ്റ്റ് ഡേ എങ്ങനെയാണോ ഞാൻ വെൽക്കം ടു സൂര്യ മ്യൂസിക് ഇഷ്ടംപോലെ പാട്ടെന്ന് പറഞ്ഞത് അതേപോലെയാണ് ഇപ്പോഴും ഇവൻ്റെ ഷൂട്ടിന് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഞാൻ വിചാരിച്ചില്ല ഇത്രയും വർഷമൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു ആക്സിഡൻ്റൽ ആങ്കർ ആണെന്നുള്ളത്. ഞാൻ കരിയറിൽ ആങ്കറിങ് തന്നെ ആയിരിക്കണം എൻ്റെ പാഷൻ. എനിക്ക് ആങ്കർ ആവണം, ഐ വോണ്ട് ടു എൻ്റർടൈൻ പീപ്പിൾ. അങ്ങനെയൊന്നും ചിന്തിക്കാതെ വഴിതെറ്റി കൂട്ടുകാരൻ്റെ വൈഫിൻ്റെ കൂടെ ഓഡീഷന് കയറിയവനാണ് ഞാൻ. അങ്ങനെ വന്നതാ. ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ 11 വർഷം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. വെരി നൈസ്. ഇനി അടുത്തൊരു കാര്യം ചോദിക്കാം. ശരിക്കും ഒരു സക്സസ് എന്നുള്ളതിന്, വിജയം എന്നുള്ളതിന് കുറേ ഫോർമുലാസ് നമ്മൾ പറയും. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആവണം, ഹാർഡ് വർക്കിംഗ് ആവണം, അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻസ് വേണം, ലക്ക് വേണം. അതൊക്കെ ഫാക്ടേഴ്സാണ്. ജീവയെ സംബന്ധിച്ച് ഒരു വിജയ മന്ത്രം അങ്ങനെയൊന്നുണ്ടോ? ഒരു സക്സസ് മന്ത്ര ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അങ്ങനെ സക്സസ് മന്ത്രം ഒന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞ പേഷ്യൻസ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന രീതിയിൽ കിട്ടണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. അപ്പം എന്ന് കരുതി നമ്മൾ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പകുതിക്ക് ഇട്ടിട്ട് പോവാം, പേഷ്യൻ്റായിട്ട് കാത്തിരിക്കാം. ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ആങ്കേഴ്സൊക്കെ വലിയ വലിയ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കും, എടാ നമ്മൾ ചെയ്യുന്ന ഷോ അത്ര പോരെന്ന് തോന്നുന്നു. എന്താടാ അങ്ങനെ? അല്ല എന്നെ മാത്രം ആരും വിളിക്കുന്നു. എല്ലാവരും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഷോ നല്ലതാണ്. പിന്നെ അടിപൊളിയല്ലേ? ഇത് നീ മാത്രമേ പറയുന്നുള്ളൂ. പുറത്തുനിന്ന് ഒരു പ്രൊഡ്യൂസർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കണം എല്ലാവരും രക്ഷപ്പെട്ട് പോയിട്ട് ഞാൻ മാത്രമാണല്ലോടാ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇല്ലടാ നീ വെയിറ്റ് ചെയ്യും. അങ്ങനെ എനിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ മടുപ്പ് തോന്നി, പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനും ആലോചിച്ചു ക്വിറ്റ് ചെയ്ത് പോയാലോ, ഇതല്ല എൻ്റെ ഫീൽഡ്, മണലാരണ്യത്തിൽ പോയി പണിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചു. പേരൻസും പറഞ്ഞു കുറേ നാളായില്ലേ, എന്താ. അപ്പോൾ എവിടേക്കോ ചില സമയത്ത് കൂട്ടുകാരുടെ രൂപത്തിൽ വന്നു, പോകണ്ടെന്ന് പറഞ്ഞു. ചില സമയത്ത് എൻ്റെ തന്നെ പിന്നെ കോൺഫിഡൻസ് എന്നെ ഹെൽപ്പ് ചെയ്തു, പോകണ്ട. അത് രണ്ടും മാറിയപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു അല്ലെ കുറച്ച് നാളോടെ നോക്ക്. അങ്ങനെ എവിടേക്കോ ഇത് ചില റൂട്ടിൽ കൂടെ നമ്മൾ പോകണമെന്നുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും ആഗ്രഹം ഉള്ളത് കൊണ്ടും നമുക്കത്രയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചത് കൊണ്ടും ഈ യൂണിവേഴ്സ് നമ്മളോട് നിൽക്കുന്നൊക്കെ പറഞ്ഞില്ല. എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിലൊന്നും ഇത്രയും 11 വർഷം പിടിച്ചെടുക്കാൻ പറ്റില്ല.
പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് മാത്രമല്ലല്ലോ ഇങ്ങനെയൊക്കെ ഫീലിംഗ് വരിക. എല്ലാവർക്കും അല്ല, നമ്മള് ഇപ്പോഴും സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ ഞാൻ ആയിട്ടില്ലെന്നേ പറയുള്ളൂ കേട്ടോ. എനിക്കിപ്പോഴും ഒരുപാട് ഷോസ് ചെയ്യണമെന്നുണ്ട്, നല്ല നല്ല മൂവീസ് ചെയ്യണമെന്നുണ്ട്, നല്ല ഇവൻറ്റ്സ് ചെയ്യണമെന്നുണ്ട്. ആ ത്വരയുണ്ട് ഇപ്പോഴും, ആ ആഗ്രഹമുണ്ട്, ആ വാണ്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയും, ഇപ്പോഴും ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിങ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്, ഒരുപാട് നാൾ ഇരുന്നിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര സത്യത്തിൽ എളുപ്പമാകാതിരിക്കാൻ നല്ലത്. എളുപ്പമായാൽ നമുക്ക് പറയാൻ കഥകളൊന്നും ഉണ്ടാകത്തില്ല. ശരിയാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത്, പക്ഷേ ആ യാത്രയുണ്ടല്ലോ, നമ്മൾ ചില ദിവസം നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവും, നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും, ആൾക്കാർ പൂച്ചിട്ടുണ്ടാവും, മൈൻഡ് ചെയ്തിരുന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഇവിടെ ഈ പോയിന്റ് വന്ന് നിൽക്കുമ്പം ഇങ്ങനെ ആലോചിക്കുമ്പം അതൊരു നമുക്ക് ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ആ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ ബാക്കിയുള്ള ലൈഫിലേക്ക് ഫ്യൂവൽ എന്ന് പറയുന്നത്. ഞാൻ കടം കണ്ടിട്ടുണ്ട്, വിഷമം കണ്ടിട്ടുണ്ട്, പട്ടിണി കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് പറഞ്ഞ ഒരാളതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ സിൽവർ സ്പൂണുമായിട്ട് ജനിച്ച ആളൊന്നുമല്ല. കാണുമ്പോൾ ഒരു ചാടത്തിൻ്റെ ഇടവിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ പിന്നെ അതൊക്കെ വേണം. പിന്നെ കട ഉണ്ടെങ്കിലല്ലേ പണിയെടുത്ത് വീട്ടാനുള്ളൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. എല്ലാം കൈ കിട്ടി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാകത്തില്ല. സ്ട്രഗിൾ അറിയുമ്പോഴേ സക്സസിന് രുചി ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോഴും നമ്മൾ പിന്നെ ഷോയൊക്കെ ചെയ്തിട്ട് മന്ത്ലി ഒരു എമൗണ്ട് വരെ നമ്മളിങ്ങനെ ആലോചിക്കും. കറണ്ട് ഇമയുണ്ട്, വാടകയുണ്ട്, ഇപ്പം ഇത്ര രൂപയ്ക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ആ കാൽക്കുലേഷൻസ് ഒരു രസമാണ്. പക്ഷെ കാശ് വരണം, വന്നില്ലെങ്കിലാണ് അതാണ് പോയത്, വരണം. ഈ ഒരു എനിക്കൊരു അധികം ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പോൾ അഖിൽ എന്നുള്ളതായിരുന്നു ലൈക്ക് റെക്കോർഡിക്കൽ നെയിം. അധികം ആൾക്കാർക്ക് അറിയില്ലെന്നായിരുന്നു എൻ്റെ ധാരണ. അതെ, കാരണം എനിക്കതൊരു ഭയങ്കര ന്യൂ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ മൈക്ക് മീഡിയയിൽ എല്ലാവർക്കും വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ഞാനത് പറയട്ടെ. ഇത് വെറും ജീവ ജോസഫ് ആയിരുന്നില്ല. ആദ്യം അഖിൽ ജെഎസ് എന്താ അഖിലെസ് കൂടെ ഉള്ളായിരുന്നു പറയാൻ. അപ്പൊ പറയൂ അഖിൽ. ഒരിടയ്ക്ക് ഒരു ട്രെൻഡ് വന്നോ, നശിച്ചൊരു ട്രെൻഡ് ഇൻസ്റ്റാഗ്രാമില്. അഖിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നാറിയായിരിക്കും അഖിൽ. അതേപോലെ തന്നെ വിഷ്ണു, അഖിൽ മാത്രമല്ല വിഷ്ണു, പിന്നെ അങ്ങനെ കുറെ കോമൺ പേരുകളുണ്ട്. ആ പേരുകൾ വെച്ചിട്ടായി റീല് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു റീലിൽ ആണ് അന്ന് ആ സത്യം നാട്ടുകാർ അറിയുന്നത്. ഞാൻ പണ്ട് പോലെ സൂര്യ മ്യൂസിക് പോലെ പറയുന്നുണ്ട്, എൻ്റെ റെക്കോർഡിക്കൽ നെയിം അഖിലാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ അറിഞ്ഞത് ഇങ്ങനെ ആയിപ്പോയി. ആ ജീവ ജോസഫ് എന്നുള്ള പേര് നല്ല രസമുള്ള പേരാണ്. അതെങ്ങനെ ആ പേര് തന്നെ കറക്റ്റ് കണ്ടുപിടിച്ചു? അയ്യോ, എൻ്റെ പേര് ആക്ച്വലി ജീവൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ ജീവൻ, അനിയൻ ജിജോ. അപ്പം എൻ്റെ അപ്പന് സ്കൂളിൽ ചേർക്കാറായപ്പം ഇവൻ അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആവും. അതുകൊണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ജെ എന്ന് പറയുമ്പോൾ ABCDFGHIJ അന്നത് എ വെച്ചിട്ടൊരു പേരാകുമ്പം അന്ന് ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ വിളിക്കുന്നത്. അങ്ങനെ ദീർഘവീക്ഷണത്തിൽ ഇട്ടതാണ് അഖിൽ എന്നുള്ള പേര്. അഖിൽ അനിയന് ആകാശ്. ഞാൻ ഇതുവരെ അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. നല്ല ഐശ്വര്യമുള്ള നല്ല മികച്ചൊരു ഇതായിരുന്നു. അതുകൊണ്ട് സൂര്യ മ്യൂസിക് വന്ന സമയത്ത് ഈ VJ അഖിൽ ഒരു സുഖമില്ല. ഞാനും ശരിയാ, VJ അഖിൽ ഒരു സുഖമില്ല. ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു പേരാണ്. അഖിൽ പേര് മോശം പേരൊന്നുമല്ല, ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു പേരാണ്. ആ സമയത്ത് പേരൊക്കെ നമ്മൾ ഒരു വെറൈറ്റി പേരുണ്ടെങ്കിൽ, കാര്യം നമ്മളെ ആർക്കും അറിയത്തില്ല, ഒരു വെറൈറ്റി പേരുണ്ട്, ഹൈ ബ്രിജേഷ്, അങ്ങനത്തെ ഒരു ഇടിവെട്ട് പേരൊക്കെയാണ്. സാധനം കൊള്ളാമല്ലോ. ജീവ, VJ ജീവ. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു ജീവൻ, ജീവ, VJ ജീവ, ആയിക്കൊള്ളാം. അങ്ങനത്തെ അഖിൽ എന്നുള്ള പേരിന് വേറെ കാര്യമുണ്ട്. അഖിലേ, എടാ അഖിലേ എന്നൊക്കെയല്ലേ നമ്മൾ വിളിക്കുക. അഖിൽ എന്നാരും വിളിക്കും. അഖിൽ എന്നാരും എന്നെ വിളിച്ചിട്ടില്ല. എടാ അഖിലേ, അതും ഒരു ക്ലാസ്സിൽ മിനിമം ഒരു 4-5 അഖിലുണ്ടാവും. അഖിലസ്, അഖിലേ, അഖിൽ ബി. അതുകൊണ്ട് ഒരിക്കലും അഖിലേന്ന് വിളിക്കത്തില്ല. കാര്യം ഒരു അഖിലേന്ന് വിളിച്ചു കഴിഞ്ഞാൽ 4-5-6 അഖിലൊക്കെ തിരിഞ്ഞു നോക്കും. എൻസിൽ ചേർത്തായിരിക്കും എപ്പോഴും സ്കൂളിൽ വിളിക്കുന്നത്. ഞാൻ അഖിലസ് ആണല്ലോ. എടാ അഖിലേസേ, എടാ അഖിലേസേ, അഖിലേസേ. കോളേജിൽ നിന്നപ്പോൾ പിന്നെ അത് മാറി. അവരെന്നെ പൂച്ചേന്ന് ഇട്ടു. അതുകൊണ്ട് സന്തോഷമായി. അതുകൊണ്ട് പക്ഷെ ആ ജീവ എന്നുള്ള പേരിന് നമുക്ക് പിന്നെ ജീവേ എന്നൊന്നും ആരും വിളിക്കണ്ടാവില്ല. വിളിക്കും, ചില അമ്മമാര് വിളിക്കും, എടാ ജീവേ. ലുലുലൊക്കെ പോകുമ്പോൾ പുറത്തൊക്കെ അടിച്ചിട്ട് എടാ ജീവേ കൊച്ചിനെ എനിക്ക് എന്നെ എവിടെ എന്നൊക്കെ ചോദിക്കും. ജീവയുടെ കരിയർ നോക്കുമ്പോൾ പാട്ടുവണ്ടി എന്നുള്ള ഷോന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും മനസ്സിൽ. കാരണം അവിടെ നിന്നാണല്ലോ പലരും നമ്മുടെ ലൈഫിലേക്ക് എത്തുന്നത്. ആ പാട്ടുവണ്ടി പിന്നീട് മനോഹരമായിട്ടുള്ളൊരു പ്രണയവണ്ടിയായിട്ട് മാറി. അപ്പോൾ അപർണയെ പറ്റി ഇനി പറയൂ. അപർണയെ ആദ്യം കാണുന്നു, നിങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. ആ ഒരു സമയത്ത് രണ്ടുപേരും ചെറിയ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരു കരകയറാൻ വേണ്ടിയിട്ട് പരസ്പരം ആശ്വാസമായതാണ്. അതെ, ഒരാൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന കെയറോളി, ഒരു പെൺകുട്ടി ആൺകുട്ടി ബ്രേക്കപ്പ് ആയിരിക്കുന്ന സമയത്താണ്
ഇതാണ് അവളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവൻ്റെ അടുത്തേക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. എല്ലാവരും നോട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റിലേഷൻഷിപ്പ് അഡ്വൈസ് ഭയങ്കര വൾണറബിൾ ആയിരിക്കും ആ സമയത്ത്. ഒരു തോള് കിട്ടിയാൽ ഇങ്ങനെ ചാരി ടക്ക് അപ്പൊ വലിച്ചിട്ടോണം. അപ്പൊ അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യും. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞോളൂ, നീ എൻ്റെ ലൈഫിൽ പ്രണയമല്ല. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പറയും ആൺപിള്ളേരെ ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇവന്മാരൊക്കെ നാറികളാണ്. തിരിച്ച് അതേപോലെ തന്നെ ആൺപിള്ളേരും പറയും ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല മോനെ, വേണ്ട 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 എന്ന് പറയുന്ന അതേ നമ്മൾ ഏറ്റവും എളുപ്പം ആദ്യത്തെ പിന്നെ റിലേഷൻ ചിലപ്പോൾ ഒത്തിരി സമയം എടുക്കും. രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ഷൂ 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 എന്ന് പറഞ്ഞാവും എളുപ്പത്തിൽ പോകും. അല്ല എനിക്കറിയില്ല, ആള് പറയുന്നത് പൊടിയുടെ ആയിരിക്കും. എന്തോ പറയായിരുന്നു. അല്ല പൊടിയുടെ അപ്പൊ അറിയില്ല. എനിക്കറിയില്ല, നീ മൂത്തവര് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാ. നമ്മളിപ്പോ സെയിമാ, നമ്മൾ ഏതാണ്ട് സെയിമാ. ശരി, അപ്പോ ആ ഒരു പ്രണയം ഭയങ്കര രസമായിട്ട് ഇപ്പോ ഒരുപാട് 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 9ാമത്തെ വർഷം. ഈ 9 വർഷത്തില് കുറേ അഡ്ജസ്റ്റ്മെന്റ്സ്, കുറേ സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാറുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് എന്താണ് നിങ്ങളുടെ ഈ ഒരു 9 years ഓഫ് മാരേജ് ലൈഫിൽ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റ് പറയാൻ പറഞ്ഞാൽ ഒന്ന് എന്തായിരിക്കും പറയാം? ഞങ്ങള് ഒരാൾ ഖത്തറിലും ഒരാൾ നാട്ടിലും നിൽക്കാമെന്ന് ഡിസൈഡ് ചെയ്ത മൊമെന്റ്. കാര്യം ലോങ് ഡിസ്റ്റൻസിലേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപർണയ്ക്ക് ഖത്തർ എയർവേസിൽ ജോലി കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടിനും 2 സ്ഥലത്തേക്ക് പോവാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് മാസത്തിൽ എത്ര ദിവസം ലീവ് ഉണ്ടെന്നോ വർഷത്തിൽ വരാൻ പറ്റുമെന്നോ നമുക്കൊരു ഐഡിയ ഇല്ല. സോ നമ്മൾ ഒരാൾക്കൊരു സ്ഥിര വരുമാനം വേണം. ഒരാൾ ഞാൻ പാഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയല്ലോ, അപ്പോൾ പാഷൻ കൊണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരാൾക്കൊരു ബെറ്റർ ലൈഫ് അപ്പം മാറണോ, പിന്നെ വീട്ടിലെ കുറേ ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്യുവാണ്, പോണോ മാറി നിൽക്കണോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയത്. ഓക്കെ നമുക്ക് പോകാം. ആ ഒരു മൊമെൻ്റ്, ആ ഒരു സമയം ഭയങ്കര രസമായിരുന്നു. അതാണ് എപ്പോഴും അതൊരു ലൈഫ് ചേഞ്ചിങ് സാധനമായിരുന്നു. കാരണം 2 സ്ഥലത്തായിരുന്നു. അപ്പോൾ അപർണ ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ സ്ട്രഗ്ലിംഗ് ഉണ്ട്. അപർണ ഇടയ്ക്ക് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് സരിഗമപ വരുന്നത്. അങ്ങനെ തിരിച്ച് കോവിഡിന് തൊട്ട് മുമ്പ് ഞാൻ വരട്ടെ എന്ന് എന്നോട് ചോദിക്കുന്നു. കയറിപ്പോരെ, കാര്യം ഇവിടെ സരിഗമപ ആ സമയത്ത് സെറ്റാണ്. അങ്ങനെ വരുമ്പോൾ അറിയത്തില്ല ഇവിടെ ആ ഷോ ഹിറ്റാണെന്നും ഞാനെന്ന് പറയുന്ന ഒരു ആങ്കറിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്നും അറിയത്തില്ലായിരുന്നു. വന്നത് ആ റെസ്പോൺസ് കണ്ടപ്പം ഞെട്ടിപ്പോയി. അത് അങ്ങനെ കുറേ ഇതാണ് ഞങ്ങളുടെ ലൈഫ് ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ട് വെക്കുന്ന ഒരു മൊമെന്റ് അതായിരിക്കും. സോ ക്യൂട്ട്. നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. അതായത് വരട്ടെ, ഓക്കെ, എന്റെ ഫ്ലോ കളയരുത്, ഒരു ഭംഗിക്ക് ഞാൻ പോവാണ്. ശരി, പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ അപർണയായിട്ടുള്ള ഒരു ലൈഫ്, നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് വളരെ ഏർലി ഏജിലാണ്. 24ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് വലിയ ധാരണകൾ ഉണ്ടാവില്ല. കാരണം വലിയ ധാരണയല്ല, മാരേജ് ഇസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോ എപ്പോഴെങ്കിലും ആ ഡിസിഷൻ തെറ്റായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഇന്നേ വരെ അതായത് ഞാൻ ചോദിക്കണേ, അപർണയെ കല്യാണം കഴിക്കാനുള്ള ഡിസിഷൻ അല്ല കേട്ടോ. അല്ല, ഞാൻ എപ്പോഴും പറയുന്ന, നമ്മള് കർണവന്മാരായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം, വീട് പണി, വണ്ടി എടുക്കൽ, അതൊക്കെ അതിന്റെ വഴിക്ക് വരും. ഇനി നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നടക്കേണ്ട സമയത്ത് നടക്കും. അത് നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര ആലോചിച്ച് നടന്നാലും ആവൂല. അത് ആളുടെ കുഴപ്പം കൊണ്ടോ ആൾക്ക് നല്ല പെണ്ണിനെ കിട്ടാത്തതുകൊണ്ടോ ചെറുക്കനെ കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല. യോഗമില്ല അമ്മിണിയെ വായങ്ങട് മടക്കാളി എന്ന് പറയുന്ന പോലെ ആ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഉണ്ടല്ലോ അതൊരു വരവ് വരും. എനിക്ക് തോന്നുന്നു ഈ പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തിടണം. ഇത് ഒരുപാട് പേർക്ക് ആശ്വാസം. സമയമാകുമ്പോൾ അതൊരു വരവ് വരും. ജീവ പറഞ്ഞത്, ആങ്കറിനോട് പറഞ്ഞത് കേട്ട് ഞെട്ടി തരിച്ചു. ഒരു തമ്മിലായി. അടുത്തതിനുള്ള യാത്രയിലാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാം. ശരി, അപ്പോൾ ഈ ഏർലി മാരേജ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോൾ പറഞ്ഞു ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള നമ്മൾ കുറേ എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണല്ലോ. നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുത്തു? അതായത് കറക്റ്റ് 50% എഫേർട്ട് തന്നെയാണോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആ സമയത്ത് ഇൻപുട്ട് ചെയ്തത്? അങ്ങനെ കറക്റ്റായിട്ട് 50% നമുക്ക് അളന്നെടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരാൾ ഞങ്ങൾ നല്ലോണം, കാര്യം എനിക്കൂടെ വേണ്ടിയിട്ടാണ് പോയത് എന്ന് എനിക്കറിയാം. സോ ആ എഫേർട്ട് ഞാൻ എടുത്തു. ഐ യൂസ് ടു ലൈക്ക് കോൾ, വീഡിയോ കോൾ എവറി ഡേ. പിന്നെ പാരസെറ്റമോൾ പനിക്ക് കഴിക്കുന്ന പോലെ 3 നേരം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എനിക്കൊരു വണ്ടിയിലൊരു പിന്നെ മൊബൈൽ സ്റ്റാൻഡ് വെച്ച് അതിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പോകും.
അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും വീഡിയോ കോൾ ചെയ്ത് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് അപ്പൂന് ചിക്കൻ ബോക്സ് വരുന്നത്. അവിടെ ആരുമില്ല, കരച്ചില്, സങ്കടം, എനിക്കാണെങ്കിൽ ടെൻഷനും. ഞാൻ എന്നിട്ട് ഖത്തറിൻ്റെ പിന്നെ നമ്പർ എടുത്ത് ഖത്തർ എയർവേസിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവിടുന്ന് പിന്നെ അവരുടെ ഓഫീസിൽ കണക്ട് ചെയ്ത് അവിടുന്ന് ഒരു എമർജൻസി ടീമിനെ ഇവരുടെ പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ വിട്ട് ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ചു. എന്നെ കൊണ്ട് വിചാരിച്ചാൽ ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് ജാടയൊക്കെ ഇട്ടെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗേൾസ് ജീവ ഇസ് എ ഗ്രീൻ ഫ്ലാഗ്, ഗ്രീൻ ഫോറസ്റ്റ്, പച്ചക്കാട് എന്ന് വെച്ചാൽ നമ്മൾ അത് ഞങ്ങളുടെ ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. വിരാട് കോഹ്ലി ഒക്കെ അങ്ങനെയാണ് പറയുന്നത്, ഗ്രീൻ ഫ്ലാഗ്, ഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ ജീവ ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ബാക്കി പറയൂ. അപ്പോൾ ചിക്കൻ ബോക്സിന്റെ സമയത്തും കെയറിങ് ഏട്ടായി കെയറോളിയായിരുന്നു. അല്ല നമുക്കറിയാമല്ലോ എന്തിനാണ് പോയത്. അപ്പം ആ എഫേർട്ട് നമ്മൾ ഇടണം. അല്ല നീ വെക്കോ ഞാൻ ഇവിടെ വന്നോളാം അങ്ങനെയല്ലോ. തിരിച്ച് അപർണ ഇട്ടിട്ടുണ്ട്. അപർണ ടഫ് ടൈംസിൽ എൻ്റെ ടഫ് ടൈമിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് തന്നെ. വളരെ സന്തോഷം. ഇനി നമുക്കൊരു ഗെയിമാണ്. റെഡിയാണോ? അല്ല ഞാനതിലെ തയ്യാറായതാ, മനസ്സുകൊണ്ട് ഒന്നൊന്ന് എഴുന്നേറ്റിരുന്നതാണ്. ഓക്കെ, എന്താണ് ഗെയിം? എനിക്ക് കുറെ നാളെ ഗെയിം വിളിച്ചിട്ട്. നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർട്ടിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. വെരി ഗുഡ്. ഒരു ബൗളും അതിൽ കുറെ കള്ളാസ് കഷ്ണം. ഓക്കെ, ഈ ഓരോ കള്ളാസിലും ഞാൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈ കാര്യത്തെ പറ്റി വാ തോരാതെ സംസാരിക്കണം. വാ തോരാൻ പാടില്ല, തോരാതെ സംസാരിക്കണം. അതായത് ഒരു എത്ര സമയം വേണം? ഒരു മിനിറ്റ് എങ്കിലും സംസാരിക്കണം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആങ്കറിന് ഗെയിം കൊടുക്കാവോ? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കൊടുക്കാം അല്ലേ? അങ്ങനെയാണല്ലോ. ഒരു പാലം ഇട്ടാ ഇങ്ങോട്ടൊന്നല്ലേ അല്ലേ ഏട്ടാ? ഞാൻ കുറേയും കൂടെ കരുതിയിരിക്കണമായിരുന്നു ഇങ്ങോട്ട് വരുമ്പോ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. എന്താണെങ്കിലും ഇത് ജീവയുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാരെയും വിളിച്ച് പ്രാർത്ഥിച്ച് എടുത്തോളൂ. ഗ്രീൻ ഫ്ലാഗ് പൊളിക്കണം. ഞാൻ പച്ച എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അല്ല, ഇത് ഞാനായിരുന്നു വായിക്കേണ്ടത്. സാൽമോൻ. എന്താണ് സാൽമോൻ? By the way, this is not salmon. Salmon. സാൽമൺ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാ ഞാൻ. അതിനെ സാമൻ എന്നാക്കിയത് എൻ്റെ പൊണ്ടാട്ടി കാരണമാണ്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പിന്നെ ഭദ്രതയെ വരെ പിന്നെ എന്താ പറയുക ഉടയ്ക്കാൻ അല്ലെങ്കിൽ ഒലയ്ക്കാൻ കെൽപ്പുള്ള ഒരുത്തനാണിവൻ. ഞങ്ങൾ പിന്നെ ഖത്തറിൽ നിന്ന് അപ്പു തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് അപ്പു ഇടയ്ക്കിടയ്ക്ക് വെച്ച് തരുന്ന അപ്പുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് സാൽമൺ. അത് സാൽമൺ എന്ന് പറഞ്ഞ മീനിൻ്റെ പ്രത്യേകത അറിയാമോ? എന്താ അത് പിന്നെ എന്താ ഒഴുക്കിനെതിരെ നീന്തും. ഇത്ര മൈൽസ് വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് പിന്നെ വരുന്നൊരു മീൻ. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ സാൽമൺ അത്രയും സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. സാൽമൻ്റെ മീറ്റ് അതുകൊണ്ട് അത്രയും ടേസ്റ്റാണ്. ഉപ്പും ലെമണൊക്കെ ഇട്ടിട്ട് സാൽമൺ അത്രയും നമുക്ക് നമ്മുടെ അടുത്ത കൊടി വന്നു. അത് ഞാൻ ആ ടേസ്റ്റ് അപ്പം അത്രയും ഗുണങ്ങളുള്ളൊരു മീനാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചേട്ടൻ കസിൻ പോലെ ജോയലിൻ്റെ വൈഫ് ജീന. ആദ്യമായിട്ടാണ് ജീനയാണ് ഇത് വെക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നോക്കി പഠിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അത് ട്രൈ ചെയ്തു, ഹിറ്റായി. ഞങ്ങളത് യൂട്യൂബ് വീഡിയോ ചെയ്തു. അപ്പം അത് സാൽമൺ വിത്ത് സ്റ്റീംഡ് റൈസ്. അത് മിക്കവാറും ഇപ്പോൾ എന്തോ എനിക്ക് ഏറ്റവും അപ്പു വെക്കുന്നതിൽ ഏറ്റവും ഫേവററ്റ് ഡിഷ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ സാൽമണേ പറയത്തുള്ളൂ. അത് ദാമ്പത്യ ജീവിതത്തിന് വലയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു ദിവസം പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ കടുവറ. അപ്പോൾ എന്തോ ഒരു കാര്യം വന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ദാമ്പത്യ ജീവിതം ഇളകിയാണ്. കാര്യം അത്രയും നല്ലതാണെന്ന് ഞാൻ പറയണം. പക്ഷെ അത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് കാര്യം ഞാൻ കഴിച്ചത് ജീനയുടെ കിട്ടില്ല ടേസ്റ്റായിരുന്നു. ഞാനത് ആ ടേസ്റ്റിൻ്റെ നാവിന്ന് പോയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കാൻ നിൽക്കുന്നത്. ഇത് എൻ്റെ കഴിക്കാൻ നേരത്തെ എൻ്റെ എക്സ്പ്രഷൻ മാറരുത്. കാര്യം റഡാറിൻ്റെ കണ്ണുകളുമായിട്ട് അവിടെ നിൽക്കുന്നത്. ഞാനിങ്ങനെ നിന്ന് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പം അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ അതാണ് സാൽമൺ. ഇനി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ നീങ്ങാണ്. പിങ്ക് എടുക്കാം. ഈ കളർ ടീഷർട്ട് ഉണ്ട്. ശക്തിമാനോ? ഷിട്ടുമണി. ഞാൻ പറഞ്ഞ വിളിക്കുന്ന പേരാണ് ഷിട്ടുമണി.
അത് ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്ന കുറെ പേരിൽ ഒന്നാണ്. ഞാൻ ഒരുപാട് പേരുകൾ വിളിക്കും. ഇത് ഖത്തറിൽ പോയതിനു ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്നു. എപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കും. ആദ്യമൊക്കെ പൊന്നാണോ മുത്താണോ സൗണ്ട്സ് ക്രിഞ്ച്, പക്ഷെ നമുക്ക് അങ്ങനെ പ്രേമിക്കുമ്പോൾ ക്രിഞ്ചൊന്നും ഇല്ലല്ലോ. പ്രേമത്തിൽ ക്രിഞ്ച് ഇല്ലെങ്കിൽ പിന്നെ എവിടെ ക്രിഞ്ചുള്ളേ? അപ്പോൾ ഐ ലവ് ക്രിഞ്ച്. അപ്പം പിന്നെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് വിളിക്കും. ഷിട്ടുമണി, ജമലാട്ടി, ജൈറോട്ടി, കൊസ്തിൽ ബർത്തിനി, ഇതൊക്കെ സ്പോണ്ടേനിയസ് സാധനങ്ങളാണല്ലേ. ടിക്കിമോൾ അങ്ങനെ കുറെ പേരുകൾ വിളിക്കും. അങ്ങനെ ഒരു പേര് ഫൈനലൈസ് ചെയ്താണ് ഷിട്ടുമണി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിട്ടു എന്ന് വിളിക്കും. ഈ ഷിട്ടുവിന് തന്നെ പല ടോണുണ്ട്. സ്നേഹത്തിന് ഷിട്ടോ അങ്ങനെ പല ടോണുണ്ട്. അപ്പൊ ആ ടോൺ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചാൽ സീന, പേര് വിളിച്ചാൽ ഉടക്ക. പിന്നെ എന്തോ റോങ് ആകുമ്പോഴാണ് ജീവ എന്ത് പണി വളയിട്ടുണ്ടല്ലോ, എന്താ ഞാൻ ചെയ്തത്. ഇപ്പൊ ഞാൻ നേരത്തെയൊക്കെ പേരായിരുന്നു വിളിക്കുന്നത് ദേഷ്യം വരുമ്പോൾ. ഇപ്പൊ പിന്നെ ദേഷ്യം വരുമ്പോൾ മുത്തേ എന്ന് വിളിക്കും. ആദ്യം മുത്തേ ഷിട്ടു എന്നൊക്കെ വിളിച്ചോണ്ട് ഇപ്പൊ ദേഷ്യം വരുമ്പോഴാണ് മുത്തേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഷിട്ടുമണി. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു സരിഗമപ്പയിൽ വരുമ്പോഴാണ് അത് കുറെ ആൾക്കാരിലേക്ക് എത്തുന്നത്, ഷിട്ടുമണി. അങ്ങനെ പിന്നെ ഞങ്ങളെ രണ്ടുപേരും കൂടെ ഷിട്ടുമണീസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ടാഗ് ചെയ്യപ്പെട്ടു. കൂടെ കിട്ടിയ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതിൽ ഒന്നാണ് ഷിട്ടുമണീസ്. ഞങ്ങളുടെ വീടിന്റെ ഫ്ലാറ്റിന്റെ ഡോറിൽ അങ്ങനെ ഷിട്ടുമണീസ്. ജീവ ആഭരണ ഗേൾസ്, ജീവ ഇസ് എ ഗ്രീൻ ഫോറസ്റ്റ്. ഓക്കേ, ഇതോടെ ഈ കലാപരിപാടി അവസാനിക്കും. പൊലിപ്പിച്ച് പറഞ്ഞു. ശേഷം മൈക്കിൾ ഫാത്തിമ, നാലാമത്തെ സിനിമ. ഞാൻ ആദ്യം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാനും പ്രേമിച്ചു. അത് ആർക്കും അറിയത്തില്ല. സൂര്യ മ്യൂസിക്കിലുള്ള സമയത്തായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തൊരു ഏടായിരുന്നു അങ്ങനെ ഞാനും പ്രേമിച്ചു. അങ്ങനെ ഞാനും പ്രേമിച്ചുകൊണ്ടേയിരുന്നു എന്ന് ആക്കണമായിരുന്നു. അങ്ങനെയാണ് ഇത്. അങ്ങനെ ഞാനും പ്രേമിച്ചു നിർത്തി. അത് രാജീവേട്ടൻ, തൃശ്ശൂരിലെ രാജീവേട്ടനാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അത് നായകനായിരുന്നു, മെയിൻ ലീഡായിരുന്നു. അത് ആ സമയത്ത് നമ്മളെ ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് ആ പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിനുശേഷം പ്രീസ്റ്റ് മമ്മൂക്കയുടെ കൂടെ, അതിനുശേഷം 21 ഗ്രാംസ്, അതിനുശേഷം പിന്നെ ചെയ്യുന്ന സിനിമയാണ് ശേഷം മൈക്കിൾ ഫാത്തിമ. മനുചേട്ടനാണ് വിളിക്കുന്നത്. മനുചേട്ടൻ വിളിച്ചിട്ട് ഒരു പരിപാടിയുണ്ട്. എന്താണ് മനുചേട്ടാ? നവാസ്. അതാണ് നവാസ്. എങ്ങനെയുള്ള ആളാണ് നവാസ്? ഒരു അമ്മക്കുട്ടിയാണ്. ഗൾഫിൽ പോയി പിന്നെ ഇവിടെ വരെ ബട്ടൺസ് ഇട്ട് ഫുൾ കേക്ക് ഇട്ടിട്ട് പിന്നെ ക്ലീൻ. ഉമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. നവാസ് ഇവിടെ വരാൻ പറഞ്ഞാൽ നവാസ് അവിടെ പോകും. അതിനകത്തിലെ കല്യാണിയുടെ പേര് പാത്തു എന്നാ. പാത്തുവിനെയൊക്കെ പെണ്ണ് കാണാൻ ചെല്ലുന്നതാണ് സീൻ. പാത്തുവിന് ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവൻ അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പാത്തുവിന് ഫുട്ബോൾ കളി ഭയങ്കര ഭ്രാന്താ. നവാസിന് ഫുട്ബോൾ കാണത്തേ ഇല്ല. ബാഴ്സലോണ എന്നൊക്കെ സിറ്റി, സ്മാർട്ട് സിറ്റി, അതങ്ങനെ ചോദിക്കുന്ന ആളാണ് നവാസ്. പക്ഷേ പിന്നീട് പാത്തുവിൻ്റെ ഐഡിയോളജീസിനോട് പൊരുത്തപ്പെടാൻ താല്പര്യമുള്ള ഒരു നവാസ് ഉണ്ട്. പക്ഷെ വേറൊരു സീൻ കൂടെ ഉണ്ടായിരുന്നു പടത്തിൽ, അത് പക്ഷേ കട്ടായിപ്പോയി ഡ്യൂറേഷൻ കാരണം. നല്ല എക്സ്പീരിയൻസ് ഉള്ള, പ്രത്യേകിച്ച് കല്യാണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്തു. ഭയങ്കര രസമായിരുന്നു. കുറച്ച് കോമ്പിനേഷൻ സീൻസേ ഉള്ളായിരുന്നു, പക്ഷേ രസമായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്ന പോലെ അത്രയും വലിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെയും ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ പിന്നെ വർക്ക് ചെയ്യുമ്പോഴല്ല നമ്മളും കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം ഒരു റിഗൊക്കെ വെച്ച് കാറിൻ്റെ മുമ്പിൽ, അത് ഞാൻ 21 ഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ലെങ്തി ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. പാടത്തിൻ്റെ നടുക്കൂടെ കാർ ഓടിക്കണം, അതിൻ്റെ ഇടയ്ക്ക് സ്കൂൾ വിട്ട് പിള്ളേർ വരുന്നു, ഇതെന്തോടെ ഇവൻ ഈ വണ്ടി കൊണ്ട് മെഷീൻ കാണാമെന്ന് പറഞ്ഞ് പിള്ളേർ നോക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഹെലിക്യാം എടുക്കുന്നുണ്ട്, ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്. അപ്പം കൂടെ ക്രൂ മെമ്പേഴ്സ് ഇല്ല, വോക്കി ടോക്കിയിലാണ് ഫോൺ പിന്നെ റെക്കോർഡ് ചെയ്ത് ലൗഡ് സ്പീക്കറിലിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ സ്റ്റാൻഡിലെടുത്ത് വെക്കണം, അതിൽ യൂട്യൂബ് കാണുന്നതായിട്ട് കാണണം. ഇതൊക്കെ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുമല്ലേ. ഇത് ഒരു തവണയല്ല ചെയ്തത്, 2 തവണയല്ല ചെയ്തത്. കുറേ കാര്യം ക്യാമറ കറക്റ്റ് ആവണം, ഇതെല്ലാം ഒരുമിച്ച് വരണം. അപ്പോൾ അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോകുന്നതും തിയേറ്റർ വിസിറ്റും, അത് എനിക്ക് അത്രയും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ സിനിമ എന്നുള്ളത്. അപ്പോൾ ഓരോ സിനിമയുടെ ഭാഗമാകുമ്പോഴും ശേഷം മൈക്കിൾ ഫാത്തിമ ആദ്യത്തെ സിനിമകളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. സിനിമകളെല്ലാം പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. തീർച്ചയായിട്ടും. അപ്പം വെൽ ഡൺ, വെരി വെൽ ഡൺ. അതെ, വിജയകരമായി നമ്മൾ ഗെയിം പൂർത്തിയാക്കിയിരിക്കുന്നു. അതെ, ഇനി നമ്മൾ വീണ്ടും ആങ്കർക്ക് ഒരു പണി കൊടുക്കാം. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാം. ആങ്കർക്ക് ഒരു പണി കൊടുക്കണ്ടേ നമ്മള്? ഗ്രൗണ്ട് സപ്പോർട്ട് ഇവിടെ കംപ്ലീറ്റ് മൈക്കിന്റെ ടീം സപ്പോർട്ട് ചെയ്തിരിക്കുവാണ്.
ഒന്നുമില്ല, വാക്കുകൾ കൊണ്ട് ഉള്ളൊരു സാധനം. വാക്കുകൾ. ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? വാതോരാതെ സംസാരിക്കണം. ഞാൻ വാതോരാതെ സംസാരിച്ചില്ലേ? ഇല്ല 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 ഉണ്ടെന്ന് പറ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ വാക്കുകൾ പറയാം, അതിനെപ്പറ്റി സംസാരിക്കുക. ഇടയ്ക്ക് ഞാൻ ഓരോ വാക്കുകൾ തരും, ആ വാക്കിൽ നിന്ന് മറ്റേ വാക്കിലേക്ക് ഒരു കഥയോ എന്തോ വേണം പറഞ്ഞു സ്വിച്ച് ചെയ്ത് പറയാം. പക്ഷെ ബ്രേക്ക് വരാൻ പാടില്ല. ഒരു 5 വാക്ക് കൊടുക്കാം. ആദ്യത്തെ വാക്ക് മത്തി. മത്തി മുളകിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അതിങ്ങനെ വറ്റിച്ച് വെക്കണം. അതിൽ തന്നെ നല്ല കൊടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ഇച്ചിരി ചോറും ചമ്മന്തിയും കൂടി കൂട്ടി കഴിക്കുമ്പം സുനിൽ ഷെട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സുനിൽ ഷെട്ടിക്ക് മാത്രമല്ല, ശില്പ ഷെട്ടി വേറെ തന്നെ ഒരാളാണ്, പക്ഷെ അവർ ഷെട്ടിമാരാണല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മേ ബി മത്തിക്കറി ഇഷ്ടമാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ ഫാമിലിയെ പറ്റി പറയുമ്പോൾ അവർ മൊത്തത്തിൽ സിനിമയിലാണ്. അപ്പോൾ അവർ മേക്കപ്പ് ഒക്കെ ഇടും. പിന്നെ പ്രത്യേകിച്ച് ഷൂട്ടിനൊക്കെ വരുമ്പോൾ ലൈറ്റ് സ്റ്റാൻഡുകൾ ഒരുപാടെണ്ണം ഉണ്ടാവും, 1ഉം 2ഉം അല്ല, ഒരുപാട് ലൈറ്റ് സ്റ്റാൻഡുകൾ അവർ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടാവും. കാരണം ലൈറ്റൊക്കെ മാറി മാറി വേണ്ടി വരുമല്ലോ അവരുടെ ലൈഫിൽ. പിന്നെ ലൈറ്റ് സ്റ്റാൻഡിനെ പറ്റി പറയുമ്പോഴാണ് ചില മനുഷ്യരെ പറ്റി നമ്മൾ പറഞ്ഞത് ഭയങ്കര വേട്ടാവളിയന്മാരാണ് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ. അത് പറയാതിരിക്കാൻ അടുത്ത തമ്പനയിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പറയാനാണെങ്കിൽ പേരെടുത്ത് ചില ആളുകളെ പറ്റി പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. അടങ്ങേര് വാസു എന്ന് പറ്റി പറഞ്ഞുകൊണ്ട് സ്കിൻ കെയർ എല്ലാവരും തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്കിൻ കെയർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ മുഖക്കുരു അതൊരിക്കലും ഒരു മോശം കാര്യമല്ല. മുഖക്കുരു ആർക്ക് വേണമെങ്കിൽ വരാം. എന്താ വേട്ടാവളി എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അതിന്റെ അർത്ഥം നമ്മൾ എല്ലാത്തിനും അറിയണമെന്നില്ല. ഇപ്പൊ 1000 കസിൻസ് നെല്ലി ആരാവ് നമുക്ക് അറിയാമോ? എല്ലാം ഇല്ല, പക്ഷെ നമുക്ക് സാധനം അറിയാലോ. അതുപോലെയാണ് വേട്ടാവളി. വേട്ടാവളി ഒരു പ്രാണിയാണ്. അയ്യോ ആണോ? അയ്യോ അതെനിക്കറിയില്ലായിരുന്നു. സത്യം. അതായത് നമ്മുടെ പ്ലഗ് ഇല്ലേ, നമ്മുടെ കടന്നലില്ലേ, നമ്മുടെ പ്ലഗ് പോയിന്റിനകത്ത് നമ്മുടെ പ്ലഗ് പോയിന്റിനകത്ത് മണ്ണ് വെച്ച് കൂടുണ്ടാക്കുന്നവനാണ്. അതായത് എന്തുകൊണ്ടാണ് വേട്ടാവളി നിട്ടെന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്ത് എവിടെയൊക്കെ സ്ഥലമുണ്ട്. ഒരു പ്രാണി എന്തോ ആയിക്കോട്ടെ, ആ പ്രാണിയൊക്കെ ആയിരിക്കും, അവൻ എവിടെയൊക്കെ കൂട് വെക്കാം. അവനായിക്കോട്ടെ അവളായിക്കോട്ടെ എവിടെയൊക്കെ കൂട് വെക്കാം. ഒരു വീട്ടിൽ എന്തോരം സ്ഥലമുണ്ട്, മച്ചമ്പുറമുണ്ട്, ടിവിയുടെ സൈഡ് എന്തോരം സ്ഥലമുണ്ട് ഒരു വീട്ടിൽ. എന്നിട്ടും നാട്ടിൽ നിന്ന് അല്ല വീടിന്റെ പുറത്തുള്ള മണ്ണെടുത്ത് കൊണ്ടുവന്ന് അത് ചെളിയാക്കി കുഴച്ച് പ്ലഗ് പോയിന്റിനകത്ത് തന്നെ അവനെ കൂടുണ്ടാക്കണം. അവനെ വേട്ടാവളി എന്നല്ലാതെ വേറെ ഒരു പേരിനും അത് അർഹനല്ല. അതുകൊണ്ട് നമ്മൾ ഒരാളെ വേട്ടാവളി എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അവൻ അത്രയും സൂപ്പറാണെന്നാണ് അർത്ഥം. അനാവശ്യങ്ങളിൽ അപ്പൊ അങ്ങനെ അതാണ് വേട്ടാവളി. ഒരു പുതിയ ഇത് നമ്മൾ പഠിച്ചില്ലേ? വളരെ നല്ലൊരു അറിവായിരുന്നു. തീർച്ചയായും ലൈഫ് ലോങ് അത് സ്വീകരിക്കും. തീർച്ചയായിട്ടും.